റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പ്രധാനപ്പെട്ട ചില വഴിത്തിരിവുകൾ ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം സംഭവിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. അതുപോലെ ചില കാര്യങ്ങൾ സംഭവിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ സംഭവിച്ച രണ്ട് പ്രധാനപ്പെട്ട ട്വിസ്റ്റ് അറിയണ്ടേ? ഒന്നാമത്തേത് അടുത്തിടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഉക്രൈൻ ആണവായുധം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ എടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഉക്രൈന്റെ പക്കൽ ആണവായുധം വരും എന്ന് അത് സംബന്ധിക്കുന്ന ചില ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ വലിയൊരു കാര്യം, ജർമ്മനിയിൽ ഭരണം മാറാം എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ സർക്കാർ ഇപ്പോ തകർന്നു. കൂടാതെ മാർച്ച് മാസം തന്നെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇപ്പോ പ്രതിപക്ഷ നേതാവായ ഒരു വ്യക്തി പറഞ്ഞത് 24 മണിക്കൂറിനുള്ളിൽ റഷ്യ ഉക്രൈൻ യുദ്ധം എന്നെ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയും. അതെങ്ങനെ സാധിക്കും? ഉക്രൈന് ഒരു ലോങ് റേഞ്ച് മിസൈൽ ഞാൻ നൽകാൻ പോകുന്നു. അങ്ങനെ നൽകുന്ന മിസൈൽ കാരണം റഷ്യയെ ഉക്രൈൻ ആക്രമിക്കാൻ തുടങ്ങിയാൽ മറ്റു മാർഗം ഒന്നുമില്ലാതെ 24 മണിക്കൂറിൽ പുടിൻ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്ന ഒരു പുതിയ സംസാരം വന്നു. ഈ സംഭവങ്ങളെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഉക്രൈനെ കൊണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിക്കാൻ സാധിക്കുമോ? അതല്ല ജർമ്മനി പറഞ്ഞതുപോലെ 24 മണിക്കൂർ സമയത്തിൽ ഈ യുദ്ധത്തെ അവരെ കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുമോ? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആണവായുധത്തെ സംബന്ധിച്ച് അതെങ്ങനെ നിർമ്മിക്കും, അല്ലെങ്കിൽ ഈ എൻറിച്ച്ഡ് യുറേനിയത്തെ കുറിച്ച് നമ്മൾ ഇതിനകം ഒരു വീഡിയോയിലൂടെ അറിഞ്ഞതാണ്. എങ്കിലും ചെറിയൊരു വിവരണം നൽകാം. ആണവായുധം എന്ന് പറയുമ്പോൾ യുറേനിയം, പ്ലൂട്ടോണിയം ഇവ രണ്ടുമാണ് ആണവായുധം നിർമ്മിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് വസ്തുക്കൾ. ഒരാണവായുധം നിർമ്മിക്കുന്നതിന് ഇവ രണ്ടുമാണ് പ്രധാനപ്പെട്ട കാര്യം. യുറേനിയം ബേസ്ഡ് ആണവായുധമായാലും അല്ലെങ്കിൽ പ്ലൂട്ടോണിയം വെച്ച് നിർമ്മിക്കുന്ന ആയുധമായാലും ഇവ രണ്ടും വളരെ വിനാശകരമായ അന്ത്യം കുറിക്കാൻ കഴിവുള്ളവയാണ്. ഇപ്പോ ഒരു രാജ്യം ആണവായുധം നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ പക്കൽ അതിനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാകണം. ഉക്രൈനെ സംബന്ധിച്ച് സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ലോകത്തിലെ മൂന്നാമത്തെ വലിയ ആണവായുധ രാജ്യമായിരുന്നു ഉക്രൈൻ. കാരണം അപ്പോ സോവിയറ്റ് യൂണിയന്റെ ഒരു അംഗമായിരുന്നു ഉക്രൈൻ. പല ആണവായുധ മിസൈലുകൾ ഉക്രൈൻ കൈകളിലേക്ക് വന്നു. ആണവായുധ മിസൈലുകൾ അയക്കുന്ന വിമാനങ്ങളും ബോംബർ വിമാനങ്ങളും അതുപോലെ പലതും ഉക്രൈനിലേക്ക് വന്നു. എന്നാൽ അതിനുശേഷം അമേരിക്കയുടെ ഇടപെടൽ കാരണം ആണവായുധം മറ്റാരുടെയും കൈകളിലേക്ക് പോകാൻ പാടില്ല എന്ന തീരുമാനം കാരണവും സോവിയറ്റ് യൂണിയന്റെ പക്കലിലേക്ക് ഈ ആണവായുധം തിരികെ കൊടുക്കുന്നു. അങ്ങനെ നോക്കിയാൽ ഇപ്പോ ഉക്രൈന്റെ പക്കൽ ആണവായുധം ഇല്ലെങ്കിലും ചരിത്രം നോക്കിയാൽ അവരുടെ പക്കൽ ഉണ്ടായിരുന്നു. ഇവയെല്ലാം ചരിത്രത്തിൽ സംഭവിച്ചതാണ്. ഇപ്പോ നിലവിലെ അവസ്ഥ എന്താണെന്നറിയാം. പൊതുവെ ആണവായുധം നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിന് പ്ലൂട്ടോണിയം വേണം, അത് ശുദ്ധീകരിച്ച ഒന്നായിരിക്കണം, അല്ലെങ്കിൽ യുറേനിയം ശുദ്ധീകരിച്ച് ആണവായുധം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ആ ഒരു രീതിയിലായിരിക്കണം. ഇവ രണ്ടുമാണ് ഒരു ആണവായുധം നിർമ്മിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ബേസിക്കായി ഒരു രാജ്യം ആണവായുധം നിർമ്മിക്കണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഇപ്പോ ഞാൻ പറഞ്ഞ ഇവയെല്ലാം അവർക്ക് ആവശ്യമാണ്. എന്നാൽ അവ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനുള്ള ഗവേഷണ സൗകര്യവും ആയുധങ്ങൾക്ക് ആവശ്യമായ യുറേനിയം ഫ്യൂവലും ആവശ്യമാണ്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് അതിനെ വേർതിരിച്ചെടുക്കാനുള്ള റിയാക്ടർ ആവശ്യമാണ്. ഇപ്പൊ ഉക്രൈന്റെ പക്കൽ ആണവശക്തി നേരത്തെ തന്നെ ഉണ്ട്. ചെർണോബൈൽ ആയാലും സാബ്രോസീഷ്യ ന്യൂക്ലിയർ പവർ പ്ലാന്റിലായാലും ആണവ സാങ്കേതിക വിദ്യ അവർക്ക് പുത്തരിയല്ല. ഇത് വെച്ച് അവരെ കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ 7 ടൺ പ്ലൂട്ടോണിയം റോഡ്സ് അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ഫ്യൂവൽ നേരത്തെ തന്നെ ഇവരുടെ ആണവ നിലയത്തിൽ ഉപയോഗിച്ച ഫ്യൂവൽ ഇപ്പൊ ഉക്രൈന്റെ പക്കൽ സ്റ്റോക്കിലുണ്ട്. ഇത് വെച്ചാണ് ഉക്രൈൻ ഇപ്പോ ആണവായുധം നിർമ്മിക്കാൻ പോകുന്നതായുള്ള വാർത്തകൾ വരുന്നത്. ഇപ്പൊ ഉക്രൈന്റെ പക്കൽ പ്ലൂട്ടോണിയം ഉണ്ട്. ഈ പ്ലൂട്ടോണിയം വെച്ച് ഒരു ആയുധം അവരെ കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കുമോ? മുഴുവനായും പ്രവർത്തനക്ഷമമായ ഒരു ആയുധം നിർമ്മിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യമാണ്. ചോദ്യം എന്ന് പറയുന്നതിലും ഭേദം അത് അസാധ്യം എന്ന് തന്നെ പറയാം. കാരണം എന്താണെന്നറിയണ്ടേ? ഓരോന്നായി പറയാം. ഇപ്പോൾ അടിസ്ഥാനപരമായി യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ആയാലും ആണവായുധത്തെ സംബന്ധിച്ച് ഇത് നല്ലത് ഇത് മോശം എന്നൊന്നും പറയാൻ സാധിക്കില്ല. രണ്ടും വളരെ മോശമായ നാശം നൽകാൻ സാധിക്കും. അതിനും യുറേനിയത്തെ കമ്പയർ ചെയ്യുമ്പോൾ പ്ലൂട്ടോണിയം വെച്ച് നിർമ്മിക്കുന്ന ആയുധങ്ങളെ കൊണ്ടുണ്ടാകുന്ന നാശം എന്നത് വളരെ വലുതായിരിക്കും. ഹൈ റേഡിയോ ആക്റ്റീവ് എമിഷൻ പുറത്തുവിടുന്ന ഒരു വസ്തുവാണ്. ഇനി ആണവായുധം നിർമ്മിക്കുകയാണെങ്കിൽ അതിനാവശ്യമായ ഫെസിലിറ്റി ഉണ്ടാകണം. ഈ ഫെസിലിറ്റി, ഇതിനപ്പുറം അതിന്റെ കോസ്റ്റ്. ഈ ന്യൂക്ലിയർ വാർഹെഡിന്റെ എസ്റ്റിമേഷൻ 2022 റഷ്യയുടെ കണക്കനുസരിച്ച് പരമാവധി 130 മില്യനാണ് ഒരു ന്യൂക്ലിയർ വാർഹെഡ് തെർമോബാരിക് വാർഹെഡിനാവുക. ഈ ഒരു കോസ്റ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞാലും അത് സൃഷ്ടിക്കാൻ ആവശ്യമായ ഫെസിലിറ്റി, അത് നിർമ്മിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യ ഉക്രൈന്റെ പക്കൽ ഇല്ല. 2024 കണക്ക് പ്രകാരം നോക്കിയാൽ കുറഞ്ഞത്
ഒരു 40 ബില്യണെങ്കിലും അവർ ഇൻവെസ്റ്റ് ചെയ്തേ മതിയാകൂ ഒരു ആണവായുധം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ. ഈ 40 ബില്യൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നത് കാരണം ഉക്രൈന് തീർച്ചയായും അത് അസാധ്യമാണ്. കൂടാതെ 40 ബില്യൺ അവരുടെ പക്കൽ ഉണ്ടെങ്കിലും ഇന്നുള്ള ഈ ഒരു അവസ്ഥയിൽ ആരുടെ കണ്ണിലും പെടാതെ ഇത് നിർമ്മിക്കാൻ കഴിയില്ല. 24 മണിക്കൂറും റഷ്യ അവരെ നിരീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഇന്ന് ഉക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങൾ തന്നെ നാളെ അവർക്ക് എതിരായി മാറും. ഒരു ആണവായുധം ഞങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു, ഞങ്ങളുടെ സുരക്ഷയ്ക്ക് ആണവായുധം പ്രധാനമാണ് എന്നാണ് ഉക്രൈൻ പറയുന്നത്, അന്ന് തന്നെ അവരെ സപ്പോർട്ട് നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം അവർക്ക് എതിരെ തിരിയും. എന്തിന്? യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ പോലും. കാരണം ആണവായുധത്തെക്കുറിച്ച് നന്നായി തന്നെ അറിയാം. നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആണവായുധം കാരണം ഉണ്ടാകുന്ന നാശത്തേക്കാൾ വലുത് മറ്റൊന്നും തന്നെ കാണില്ല. അങ്ങനെയുള്ള ആയുധം ഉക്രൈൻ നിർമ്മിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് യൂറോപ്യൻ യൂണിയന് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവ നിർമ്മിക്കാൻ എടുക്കുന്ന സമയമാണ്. ഒരു ബേസിക് ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കുന്നതിന് കുറഞ്ഞത് 5 മുതൽ 10 വർഷമെങ്കിലും എടുക്കും. അതിനുള്ളിൽ റഷ്യ ഉക്രൈൻ യുദ്ധം തന്നെ അവസാനിക്കും. ഇത്രത്തോളം സമയമെടുത്ത് ഒരു ന്യൂക്ലിയർ ബോംബ് റെഡിയാക്കിയാലും അത് കാരണം അവർക്ക് യാതൊരുവിധ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ പൂർണ്ണമായ ഒരു ഫ്യൂഷൻ ബോംബ് തയ്യാറാക്കിയില്ലെങ്കിലും ഇവിടെ അവരെക്കൊണ്ട് ക്രൂഡ് നൂക്സ് അവരെക്കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. ക്രൂഡ് നൂക്സ് എന്തെന്ന് ചോദിച്ചാൽ ഡേർട്ടി ബോംബിന്റെ മറ്റൊരു കാറ്റഗറിയാണ്. അല്ലെങ്കിൽ ഇവ രണ്ടും ഒന്ന് എന്ന് തന്നെ പറയാം. ഇങ്ങനെയുള്ള ഡിവൈസസിനെ ഇപ്പോഴുള്ള 7 ടൺ ഫ്യൂൽ ഉപയോഗിച്ച് ഉക്രൈനെ കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. ഒരു പൂർണ്ണമായ ആണവായുധം നിർമ്മിക്കാൻ കുറഞ്ഞത് 2-3 ടൺ എൻറിച്ച്ഡ് യുറേനിയം ആവശ്യമാണ്. അതേ അളവ് തന്നെ പ്ലൂട്ടോണിയം ബേസ്ഡ് ആണവായുധത്തിനും ആവശ്യമായി വരും. എന്നാൽ ഈ ഡേർട്ടി ബോംബ് ചെയ്യുന്നതിന് കുറഞ്ഞത് 10 ഡേർട്ടി ബോംബെങ്കിലും. എന്നാൽ ഡേർട്ടി ബോംബിനെ സംബന്ധിച്ച് ഉക്രൈന്റെ പക്കൽ ഇപ്പോഴുള്ള പ്ലൂട്ടോണിയം വച്ച് നോക്കിയാൽ ഏകദേശം ഒരു 10 ഡേർട്ടി ബോംബെങ്കിലും അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഡേർട്ടി ബോംബ് അത്ര വലിയ നാശം സൃഷ്ടിച്ചില്ലെങ്കിലും സാരമായ രീതിയിലുള്ള റേഡിയോ ആക്റ്റീവ് അപകടം ഇത് റഷ്യൻ സൈനികർക്കെതിരെയും റഷ്യയ്ക്കും നൽകാൻ സാധിക്കും. കാരണം തുടക്കത്തിലെ ഒരു കാര്യം മനസ്സിലാകാത്ത ഒന്നായിരുന്നു. എന്തിനു വേണ്ടിയാണ് ചെർണോബൈൽ പവർ പ്ലാന്റിനെ അവർ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്ന്. കാരണം 2022 കുറച്ചു ദിവസം റഷ്യയുടെ നിയന്ത്രണത്തിലായിരുന്നു. മാത്രമല്ല ഈ സാബ്രോസീഷ്യ പവർ പ്ലാന്റ് പിടിച്ചെടുത്തതിന് പിന്നിൽ ഇലക്ട്രിസിറ്റി ഒരു വലിയ പ്രശ്നമായി അവർ പറഞ്ഞു. എന്നാൽ കാലം പോകെയാണ് മനസ്സിലായത് ഒരു ന്യൂക്ലിയർ ഇന്ധനം ഉപയോഗിച്ച്, സാധാരണ റിയാക്ടറിന് ഉപയോഗിക്കുന്ന ഫ്യൂൽ ഉപയോഗിച്ച് ഇത്രയൊക്കെ വലിയ കാര്യം ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ വലിയൊരു പവർ പ്ലാന്റ് ഈ സാബ്രോസീഷ്യ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. കൂടാതെ പല ടൺ കണക്കിന് യുറേനിയവും പ്ലൂട്ടോണിയവും അവിടെ ഫ്യൂവലായി റിസർവിൽ വെച്ചിട്ടുണ്ട്. അത് ഉക്രൈന്റെ പക്കൽ ലഭിക്കരുത് എന്ന് റഷ്യ ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് സാബ്രോസീഷ്യ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ ഡുവൽ പർപ്പസിന് വേണ്ടി അവർ നിയന്ത്രിക്കുന്നത്. ഇപ്പോഴത്തേക്ക് ഉക്രൈനെ കൊണ്ട് ഒരു പൂർണ്ണമായ ആണവായുധം നിർമ്മിക്കാൻ സാധിക്കില്ല. അങ്ങനെ നിർമ്മിക്കാനും അമേരിക്ക ഒരിക്കലും സമ്മതിക്കില്ല. അത് മറ്റൊരു കാര്യം. ഇനി ജർമ്മനി സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. ഫ്രെഡറിക് മെർസ്, ജർമ്മനിയുടെ പ്രതിപക്ഷ നേതാവ്, അടുത്ത ചാൻസലറായി ജർമ്മനിയിലേക്ക് വരാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്നും പറയാം. ജർമ്മനിയുടെ ഗവൺമെന്റ് ഇതിനകം തകർന്നു. നേരത്തെ അവരുടെ ഫിനാൻസ് മിനിസ്റ്റർ പോയതിനു ശേഷം പല പ്രശ്നങ്ങൾ അവരുടെ ഗവൺമെന്റിൽ വരാൻ തുടങ്ങി. ഓരോ മിനിസ്റ്ററായി റിസൈൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പോ ഇങ്ങനൊരു അവസ്ഥയിലെത്തി. നേരത്തെ തന്നെ മാർച്ച് മാസത്തിൽ തന്നെ അവരുടെ തിരഞ്ഞെടുപ്പ് വരും എന്നും പറയുന്നു. അതിനാൽ അവരുടെ പ്രചരണത്തിൽ സംസാരിക്കാൻ തുടങ്ങിയത് റഷ്യ ഉക്രൈൻ യുദ്ധം യൂറോപ്യൻ യൂണിയനിലെ ഒരു വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ യൂണിയനിൽ നടക്കുന്ന രാഷ്ട്രീയം തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത്. അപ്പോ റഷ്യ ഉക്രൈൻ യുദ്ധം എന്നെ കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കും. അതെങ്ങനെ സാധിക്കും? വെറും 24 മണിക്കൂർ എനിക്ക് സമയം തരിക. ഞാൻ ജർമ്മനിയിൽ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജർമ്മനിയുടെ ചാൻസലറായി പോസ്റ്റിൽ വരികയാണെങ്കിൽ അടുത്ത ഫോൺ കോൾ പുടിനായിരിക്കും ചെയ്യുന്നത്. പുടിൻ ഫോൺ ചെയ്ത് എന്തായിരിക്കും പറയുന്നത്? റഷ്യ ഉക്രൈൻ യുദ്ധം ഉടൻ തന്നെ അവസാനിപ്പിക്കണം എന്ന്. ഒരുപക്ഷെ റഷ്യ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴായിരിക്കും എന്റെ നിർണായകമായ പദ്ധതി ഞാൻ അവിടെ നടപ്പിലാക്കുക. ടോറസ് മിസൈലിനെ കുറിച്ച് ലോകത്തിന് തന്നെ അറിയാം. ബ്രിട്ടീഷിന്റെ സ്റ്റോം ഷാഡോ പോലെ, കൃത്യം അതുപോലെ അല്ലെങ്കിലും അതുപോലെ ജർമ്മനിയുടെ പക്കലുള്ള ഒരു കഴിവുള്ള മിസൈൽ എന്ന് പറയാം. അതിന് ഉക്രൈന്റെ പക്കൽ ഞങ്ങൾ നൽകും. ഇതിന്റെ റേഞ്ച് ഏകദേശം 500 കിലോമീറ്ററിൽ കൂടുതലാണ്. ഇത് ഉക്രൈന് നൽകിയിട്ട് റഷ്യയുടെ വ്യോമതാവളത്തിൽ ആക്രമണം നടത്താൻ പറയും. റഷ്യയുടെ ടെറിട്ടറിക്കുള്ളിൽ അറ്റാക്ക് നടത്താൻ അനുമതി നൽകും. റഷ്യയുടെ മിലിറ്ററി ഇൻസ്റ്റാളേഷൻസിൽ ആക്രമിക്കാനുള്ള ഒരു പെർമിഷൻ ഞാൻ നൽകും. ഇവയെല്ലാം ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ പുടിൻ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും. ഇവർ പറയുന്ന കണക്കിലേക്ക് തന്നെ വന്നാൽ
ജർമ്മനിയുടെ ഇൻവെന്ററിയിൽ പരമാവധി 380 മിസൈൽസ് വരെയും ഉണ്ടാകാമെന്ന് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസിൽ ഒരു ഡേറ്റയുണ്ട്. 380 മിസൈൽസിൽ ഒരു ഷിപ്മെന്റിൽ തന്നെ മാക്സിമം എത്ര മിസൈൽസ് ഇവരെ കൊണ്ട് നൽകാൻ സാധിക്കും? ഒരു 10, 20, 50, ശരി, ഒരു 100 എന്ന് തന്നെ വയ്ക്കാം. 100 മിസൈൽസ് കൊടുത്താൽ പോലും ജർമ്മനിയുടെ പക്കലുള്ളതിൽ 1/3 ഭാഗം അവരവിടെ കൊടുത്തു. അപ്പോ ഈ 100 മിസൈൽസ് കൊടുത്താൽ ആ 100 മിസൈൽസ് ഉപയോഗിക്കാനുള്ള ഫൈറ്റർ ജെറ്റ്സ്, അതിന്റെ മോഡിഫിക്കേഷൻസ്, ഇവയെല്ലാം വേണം. സ്റ്റോം ഷാഡോ നേരത്തെ അവർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് ഫയർ ചെയ്യുന്നതും വലിയ കാര്യമായിരിക്കില്ല. ഏകദേശം രണ്ടും ഒരേ കാറ്റഗറി, ഒരേ മിസൈലാണ്, പേര് മാത്രമാണ് വ്യത്യസ്തം. ഇതെടുത്ത് ഉക്രൈൻ ഫയർ ചെയ്യുകയാണെങ്കിൽ ഒരു ലോഞ്ചിൽ ഒരു 10-15 മിസൈൽസ് ലോഞ്ച് ചെയ്യാം. ഒരു ലോഞ്ച് ചെയ്ത് അങ്ങനെ റഷ്യയുടെ എയർബേസിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു, ഒറിജിനൽ റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ ആക്രമിച്ചു, അല്ലെങ്കിൽ ക്രെംലിൻ ഏതെങ്കിലും ഒരു ആക്രമണം നടത്തിയാൽ അടുത്ത തവണ ആ വിമാനം ഉക്രൈന്റെ എയർബേസിനുള്ളിൽ ടേക്ക് ഓഫ് ആയി മോസ്കോയെ തിരിച്ച് ടാർഗറ്റ് ചെയ്യുന്നതുവരെയും ഉക്രൈന്റെ ആ ഒരു എയർബേസ് ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇനി അതല്ല, ആ സംഭവം നടത്തിയ ഫൈറ്റർ ജെറ്റ്സ് വീണ്ടും അവരുടെ ബേസിൽ ലാൻഡ് ആകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇതാണ് എനിക്കുള്ളൊരു ചോദ്യം. ഇതിന് പലരും പറയുന്നത് അവരുടെ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി നൽകിയ ചില വാർത്തകൾ മാത്രമായിരിക്കും. അതല്ലാതെ യഥാർത്ഥത്തിനും ഇതിനും യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ്. ഇത് സത്യമാണ്. അവരുടെ ഇലക്ഷൻ ജയിക്കണം എന്നതിനു വേണ്ടി ഒരുപാട് പ്രസ്താവനകൾ പുറത്തുവിടുന്നുണ്ട്. അതല്ലാതെ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുക പ്രായോഗികമായി അസാധ്യമായ കാര്യമാണ്. ഒരു സീസ് ഫയർ കൊണ്ടുവരാൻ തന്നെ അത്രത്തോളം പ്രോട്ടോകോൾസ് ഉണ്ട്. ആദ്യം മീറ്റിംഗ് നടത്തുക, അതിനുശേഷം ഇരുഭാഗവും ചേർന്നിരുന്ന് നടത്തുന്ന ചർച്ചകൾ, ഇതെല്ലാം വലിയ പ്രക്രിയയാണ്. എന്നാൽ ഇതൊക്കെ വിട്ടിട്ട് ആയുധം കൊടുത്ത് 24 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കുമെന്നാണ് പറയുന്നത്. ശരി, 24 മണിക്കൂറിൽ ഇവർ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു. ഒരു സമാധാന ചർച്ചയിലൂടെ അവസാനിപ്പിക്കുമെന്ന് നോക്കിയപ്പോൾ മിസൈൽ കൊടുത്ത് റഷ്യയിൽ ആക്രമണം നടത്തി അതിലൂടെ യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറയുന്നു. നേരത്തെ തന്നെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് ഒരു കാര്യം വ്യക്തമായി അറിയാം, മിസൈൽ കൊടുത്ത് റഷ്യയെ ഡയറക്റ്റ് ആക്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്. അതുകൊണ്ടാണ് ഇത്രയേറെ മിസൈൽസ് കൊടുത്തിട്ടും, അത്രത്തോളം റേഞ്ച് ഉണ്ടായിരുന്നിട്ട് കൂടിയും റഷ്യയെ ടാർഗറ്റ് ചെയ്യരുത് എന്ന ഒരു വലിയ റെഡ് ലൈൻ ഉക്രൈൻ നൽകി. എന്നാൽ ഇവിടെ ടോറസ് മിസൈൽ നൽകി റഷ്യ ആക്രമിക്കുമെന്നൊക്കെ പറയുന്നു. ഇതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് തന്നെ അറിയില്ല. ഇനി 24 മണിക്കൂറിനുള്ളിൽ ഒരു ആയുധം നൽകി അത് വെച്ച് റഷ്യ ആക്രമിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും ഉക്രൈന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.